നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. 8 ദിവസം തീരത്തെ ആഹ്ലാദത്തിൽ ആറാടിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റ് സമാപിച്ചു. KSSPU മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മണലൂർ കാരമുക്ക് സബ് ട്രഷറിക്ക് മുൻപിൽ പുതുവർഷ ദിനത്തിൽ പ്രതിഷേധിച്ചു. മണലൂർ സ്റ്റീൽ പാലത്തിൽ വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി. വാർത്തകൾ വിശദമായി. 8 ദിവസം നീണ്ടുനിന്ന ആല ചേറ്റുവ മണപ്പുറം കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് സമാപനമായി. സമാപന ദിവസം വൈകിട്ട് കാരവൻ മ്യൂസിക് ബാൻഡിന്റെ മ്യൂസിക്കൽ നൈറ്റ്, തുടർന്ന് DJ നൈറ്റ്, രാത്രി 12 മണിക്ക് ക്രിസ്മസ് പാപ്പ ഫയർ ഷോ, വർണ്ണമഴ എന്നിവയോടുകൂടി ഫെസ്റ്റിവലിന് സമാപനം കുറിച്ചു. ആസ ഗ്രൂപ്പ് MD CP സാലിക് ക്രിസ്മസ് പാപ്പാക്ക് തിരികൊളുത്തി. ഫ്യൂച്ചർ വെൽത്ത് MD രാജേഷ് പറശ്ശേരി, ഹരിതം ഗ്രൂപ്പ് MD ഹരിദാസൻ, പ്രവാസികളായ വിനോദ് നെടിയിരിപ്പിൽ, ബിജു പുളിക്കൽ, നിഖിൽ എന്നിവർ മുഖ്യാതിഥികളായി. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, വാർഡ് മെമ്പർ PS ഷജിത്, PS നിമോദ്, NK ബീധിഹരൻ, ബ്ലോക്ക് മെമ്പർ താരാബാബു, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മണലൂർ കാരമുക്ക് സബ് ട്രഷറിക്ക് മുന്നിൽ പുതുവർഷ ദിനത്തിൽ പതാക ദിനവും പ്രതിഷേധ ധർണയും നടത്തി. മെഡിസെപ് പദ്ധതിയിലേക്ക് ഈ മാസം ലഭിച്ച പെൻഷൻ തുകയിൽ നിന്നും പെൻഷൻകാരുടെ സമ്മതമില്ലാതെ 310 രൂപ അധികം പിടിച്ചതിന് എതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പെൻഷൻകാരിൽ നിന്നും പിടിച്ചെടുത്ത അധിക തുക തിരിച്ചു കൊടുക്കുവാൻ സർക്കാർ ഇടപെടണമെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത തൃശൂർ DCC ജനറൽ സെക്രട്ടറി KB ജയറാം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് NR അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ND ഈനാശു മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം സെക്രട്ടറി CD ജോസഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ PM വിജയകുമാരി, ദിലീഷ് കൊട്ടിലിക്കൽ,
സംഘടനയുടെ മണ്ഡലം പ്രസിഡന്റുമാരായ കെ തോമസ്, വി ഉണ്ണികൃഷ്ണൻ, ടി അനഘാദാസ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ശ്രീ മുല്ലപ്പുള്ളി കരിപ്പാടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തി പകർന്നു നൽകിയ ഭദ്രദീപം ക്ഷേത്രം പ്രസിഡന്റ് കെ കൃഷ്ണമൂർത്തിയും സെക്രട്ടറി KS ദീപൻ മാസ്റ്റർ നീലാഞ്ജനവുമായി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി ദേവിക്ക് സമർപ്പിച്ചു. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ഗുരുദേവ ഫോട്ടോയുടെയും ആപ്തവാക്യ വെങ്കല സമർപ്പണത്തിന്റെ 1ാം വാർഷികാഘോഷവും ശിവഗിരി തീർത്ഥാടന മഹാഗുരുപൂജയും അന്നദാനവും വിപുലമായ ചടങ്ങുകളോടെ നടന്നു. പുതുതായി പണികഴിപ്പിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണം ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി നിർവഹിച്ചു. വഴിപാടായി ലഭിച്ച LED ബോർഡ് സ്വിച്ച് ഓൺ കർമ്മം നിർമ്മൽ വത്സൻ നിർവഹിച്ചു. തുടർന്ന് അന്നദാനവും നടന്നു. ചടങ്ങുകൾക്ക് ട്രഷറർ KS വസുധരൻ, ക്ഷേത്രം മേൽശാന്തി പ്രതീഷ് PP, ശാന്തി KS സുനിൽ, വൈസ് പ്രസിഡന്റുമാരായ KK മോഹനൻ, KA പ്രദീപ്, ജോയിന്റ് സെക്രട്ടറിമാരായ K മോഹനൻ, KPR സതീശൻ, വനിതാ വിഭാഗം പ്രസിഡന്റ് ജെസ്സി സതീശൻ, സെക്രട്ടറി ശോഭ വസുധരൻ, ട്രഷറർ സുനില കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും നടന്നു. വളരെ കാലമായിട്ടുള്ള ഒരു ചിരകാല അഭിലാഷം ഇന്ന് പൂർത്തീകരിച്ചു. അമ്പലത്തിൻ്റെ ചുറ്റമ്പല പണി പൂർത്തീകരിച്ച ദിവസം ഇന്ന് സമർപ്പണം നടത്തിയിരിക്കുകയാണ്. രാവിലെ ഗണപതി ഹവനത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം എല്ലാ ഭക്തരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ പണിതീർത്ത ചുറ്റമ്പലത്തിൻ്റെ സമർപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രധാന ശില്പി സുഭാഷ് ഇവിടെ സന്നിഹിതനാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സമയബന്ധിതമായി കൃത്യതയോടും നല്ല വൃത്തിയും സൗന്ദര്യത്തോടും കൂടിയിട്ടുള്ള ഒരു ചുറ്റമ്പലമാണ് സുഭാഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പണിതീർത്തത്. BLS ഏങ്ങണ്ടിയൂരിന്റെ കുടുംബസംഗമവും ന്യൂ ഇയർ ആഘോഷവും നടത്തി. കരുണം ചാരിറ്റബിൾ ജീവകാരുണ്യ സംഘടനയ്ക്ക് പുതുവത്സരത്തിൽ സഹായഹസ്തം നൽകി. കരുണത്തിന്റെ അമ്മ സജിനിക്കാണ് തുക കൈമാറിയത്. ഗാനമേള, മഴവിൽ മനോരമ ഫെയിം, ഡൈനാമിക് ഹീറോസിന്റെ നൃത്തനൃത്യങ്ങൾ, വർണ്ണമഴ എന്നിവ അരങ്ങേറി. 4ാം വാർഡ് മെമ്പർ മണിലാൽ, BLS പ്രസിഡന്റ് OK പ്രൈസൻ, മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി എന്ന ആ നാമം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഒരു പരിപാടി ഇവിടെ വെച്ചാൽ അവിടെ വരിക എന്നത് നമ്മുടെ എല്ലാം ഒരു എന്താ പറയുക, അതിനൊരു ആ വികാരത്തെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ക്ലബ്ബ് BLS അത് ഇനിയും നല്ല രീതിയിൽ വളരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. പിന്നെ കൂടാതെ നമുക്ക് സന്തോഷങ്ങളുണ്ട്. ഇത്തവണ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെ മെമ്പർമാർ ജയിച്ചു വന്നിട്ടുണ്ട്. അവർക്ക് ഈ സ്വീകരണം ഇതിനിടയ്ക്ക് കൊടുക്കണമെന്നൊരു രൂപമുണ്ടായിരുന്നു. പക്ഷെ അത് അതിനൊരു സ്വാഗതം അല്ലെങ്കിൽ അധ്യക്ഷൻ കൂടാതെ ആശംസകളൊക്കെ ആയി വരുമ്പോൾ നമ്മുടെ ഈ ഡാൻസ് കലാപരിപാടികളൊക്കെ മണലൂർ 2ാം വാർഡിലെ സ്റ്റീൽ പാലത്തിൽ ഏറെക്കാലമായി പ്രവർത്തിക്കാതെ നിന്നിരുന്ന വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ വിളക്കുകൾ പ്രകാശിപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ സുധർമൻ ചിരുകണ്ടത്ത് പറഞ്ഞിരുന്നു. സ്റ്റീൽ പാലത്തിലെ വഴിവിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി വിധുൻ, മെമ്പർമാരായ KV വിനോദൻ, പുഷ്പ വിശ്വംഭരൻ, മുൻ മെമ്പർ ഷാനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8-ന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ
കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിലയിൽ താളവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മടത്തിൽ വരവ് മേളത്തിന് നെടുംനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടി സേവിക്കുന്നു. കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളവും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഒരു നിമിഷം, വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയും ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജുവിന് സ്വീകരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് MS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സധൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് UY ഷമീർ, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, സെക്രട്ടറി MB മുബാറക്, ട്രഷറർ കമറുൽ ഹഖ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 3 വ്യാപാരികൾക്കുള്ള ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് 2025-26 വർഷത്തെ ദേശീയ മാനേജിംഗ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയായി ഏങ്ങണ്ടിയൂർ സ്വദേശി ജോൺ പുലിക്കോട്ടിലിനെ തിരഞ്ഞെടുത്തു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ 6ാം ദിവസം ഗ്രാമസ്വരാജ് എന്ന പരിപാടി നടന്നു. ഇതിന്റെ ഭാഗമായി തദ്ദേശ ഭരണകൂടത്തെ അറിയാം എന്ന വിഷയം ചർച്ച ചെയ്തു. നാട്ടിക മുൻ MLAയും സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് മെമ്പറുമായ ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യക്ഷയായി. അധ്യാപകരായ ഷൈജ EB, ഷീബ KV, NSS വോളണ്ടിയർമാരായ ദേവദർശൻ KS, ശിവനന്ദ ഹരീഷ് എന്നിവർ സംസാരിച്ചു.
എല്ലാ നിലയിലും ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ള ഹെൽപ്പും മനസ്സും ആത്മാർത്ഥമായിട്ടുള്ള സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ജനപ്രതിനിധി. ആ സന്ദർഭത്തിൽ NSSന്റെ ഒരു ക്യാമ്പ് വന്ന് NSSന്റെ ഒരു വെറൈറ്റി പ്രോഗ്രാം ആണ് സ്ഥല MLA എന്ന നിലയിൽ എന്നെ ഒരു സ്വീകാര്യത തരമാണ്. NSSന്റെ ഒരു ജീവാത്മാവും പരമാത്മാവുമാണ് സമർപ്പിച്ചതെന്ന് ഞാൻ ആദ്യം ഓർമ്മപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ എസ്റ്റർ ട്രസ്റ്റ് സ്കൂളിലും കരയാമുട്ടം നോർത്ത് മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ 3ാം വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും നടത്തി. വാർഡംഗം കണ്ണൻ പള്ളിത്തറ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അജയൻ കാളിപ്പറമ്പിൽ അധ്യക്ഷനായി. സെക്രട്ടറി സുരേഷ് മാരാത്ത്, മുൻ പ്രസിഡന്റുമാരായ കരുണൻ വാലിപ്പറമ്പിൽ, അരുൺ പണിക്കർ, ഭരണസമിതി അംഗം ചീതൽ കോരിശ്ശേരി, ട്രഷറർ സുരേഷ് കുമാർ വാലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മധുരം വിതരണം, വർണ്ണമഴ എന്നിവയും നടത്തി. ഞാൻ മണ്ടേല അസോസിയേഷൻ്റെ ഇതിന് അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ വേറെ ഒരു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വലപ്പാട് കോതക്കുളം SN റോഡ് അസോസിയേഷൻ വാർഷികാഘോഷവും വാർഡ് മെമ്പർമാർക്ക് അനുമോദന ചടങ്ങും നടത്തി. അസോസിയേഷൻ തായങ്കോട്ട് ക്ഷേത്ര ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വാർഡ് മെമ്പർ അനിൽ കരുവത്തിലിനെയും അടുത്ത വാർഡിൽ നിന്നും വിജയിച്ച അസോസിയേഷൻ അംഗം അനിത ത്രിദീപ് കുമാറിനെയും അനുമോദിച്ചു. അസോസിയേഷന്റെ മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനം അനിത ത്രിദീപ് കുമാറും വാർഷികാഘോഷം മെമ്പർ അനിൽ കരുവത്തിലും നിർവഹിച്ചു. പ്രസിഡന്റ് ഗിരി തയ്യിൽ അധ്യക്ഷനായി. പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കലും അംഗങ്ങൾക്ക് സമ്മാന വിതരണവും നടത്തി. സെക്രട്ടറി സുധീർ ദാസ്, ട്രഷറർ ഷൈൻ പട്ടാലി, സോണിയ വേണുഗോപാൽ, മജീദ് പാലക്കൽ, സുബിൻ മാഷ്, പ്രമോദ് തോട്ടാരത്ത്, കൈരളി തിലകൻ, ഉഷ സുഭാഷ്, സീനത്ത് MV, സുവിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. പെരുങ്ങൂട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിലാണ് വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള സംഗീതോത്സവ കലാപരിപാടികൾ നടന്നത്. വെള്ളിയാഴ്ച രാവിലെ 3 മണിക്ക് പള്ളിയുണർത്തൽ, രാവിലെ 8 മണിക്ക് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അഭിഷേക കാവടി പുറപ്പെട്ട വാദ്യമേള കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അഭിഷേകവും തുടർന്ന് കാവടിയാട്ടവും നടക്കും. രാവിലെ 9-ന് നിത്യപൂജ, 10 മണിക്ക് തിറമണ്ണാർക്ക് എതിരേൽപ്പ്, 12 മണിക്ക് പ്രസാദവൂട്ട്, 3 മണിക്ക് പത്മകളത്തിൽ നൃത്തം, വൈകിട്ട് 6-ന് നിറമാല, പറ്റ്, കേളി, 6:30-ന് ദീപാരാധന, തുടർന്ന് നാദസ്വര വിദ്വാൻ ഓച്ചിറ ശിവദാസ് പ്രസന്ന അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരി. പ്രത്യേകം സജ്ജമാക്കിയ വലിയ വേദിയിൽ വൈകിട്ട് 7-ന് നടക്കുന്ന അനുമോദന സന്ധ്യയിൽ നൃത്തസംഗീതോത്സവത്തിൽ പങ്കെടുത്ത കലാകാരന്മാരെ അനുമോദിക്കും. രാത്രി 9-ന് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പിന് അകമ്പടിയായി മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം, തുടർന്ന് കാവടിയാട്ടം, ശിങ്കാരി കാവടി, നാദസ്വരമേളം, പാണ്ഡിമേളം, തിറയാട്ടം, ശിങ്കാരിമേളം, തുടർന്ന് വർണ്ണമഴ, രാത്രി ഗുരുമുത്തപ്പന്മാർക്ക് കളം എന്നിവ നടക്കും. ഇനി ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. ഈ ക്രിസ്മസ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുത്താലോ? പ്രിയപ്പെട്ടവർക്ക് ഒരു ലെറ്റർ എഴുതൽ മുതൽ ഷോപ്പിംഗ്, ഡൈനിങ്, ഫുൾ ഓഫ് എന്റർടൈൻമെന്റ്. ഈ വരുന്ന ഡിസംബർ 31 വരെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെയാണ്. നമ്മുടെ സ്വന്തം വൈമാൾ, ദ ജോയ്ഫുൾ വൈമസ്.
ക്ലാസ് തുറന്ന് പാടാൻ കരോൾ ഓപ്പൺ മൈക്കും സോൾഫുൾ ക്രിസ്മസ് കൊയറും പിന്നെ ഡാൻസ് വിത്ത് സാന്റ, ഓർഗാമി വർക്ക്ഷോപ്പ്, ബാൻഡ് പെർഫോമൻസ്, ഫ്യൂഷൻ പെർഫോമൻസ്, കുട്ടി സാന്റ, കേക്ക് ബേക്കിംഗ്, ഡാൻസിംഗ് ഡോൾ, ബലൂൺ ആർട്ട്, ദ awaited വൈമാൾ 7th ആനിവേഴ്സറി സെലിബ്രേഷൻ ആൻഡ് ദ ന്യൂ ഇയർ DJ പാർട്ടി. സോ ഈ വെക്കേഷൻ ഇനി എവിടെ പോകുമെന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല. എല്ലാ ദിവസവും ഓരോ എക്സൈറ്റിംഗ് ഈവന്റ്സുമായി വൈമാൾ ഈ ക്രിസ്മസ് അങ്ങ് എടുക്കുക. അപ്പൊ എങ്ങനെയാ ഈ ക്രിസ്മസ് ജോയ്ഫുൾ ആക്കില്ലേ വൈമാളിന്റെ ജോയ്ഫുൾ വൈമസിനൊപ്പം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. തിരികെ വാർത്തകളിലേക്ക്. കോതകുളം മണ്ഡേല റോഡ് റെസിഡൻസ് അസോസിയേഷൻ 4ാമത് വാർഷികാഘോഷവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടന്നു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഗിരീഷ് ചിറ്റേഴത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ അനിത ത്രിദീപ് കുമാർ, കണ്ണൻ പള്ളിത്തറ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു കരിപ്പാടത്ത്, അസോസിയേഷൻ രക്ഷാധികാരി രാജേന്ദ്രൻ മാസ്റ്റർ, രക്ഷാധികാരിയും മുൻ പ്രസിഡന്റും കൂടിയായ പ്രേംലാൽ കരിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. അതിൻ്റെ സൗന്ദര്യവും വളരെ വലുതാണ്, അതിൻ്റെ സുരക്ഷിതവും ജാഗ്രതയൊക്കെ തന്നെ വളരെ വലുതാണ്. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ വലപ്പാട് പഞ്ചായത്തിലേക്ക് കടന്നു വരാം. ഞാനവിടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ നിങ്ങളുടെ സീറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സീറ്റിൻ്റെ മുന്നിലാണ്. നിങ്ങളവിടേക്ക് കടന്നു വരണം. ഇതിനകം തന്നെ ഒരു സുഹൃത്ത് സുധീർ അദ്ദേഹത്തിൻ്റെ നടക്കാത്ത ഒരു കാര്യമായി ഇന്ന് വന്നിരുന്നു. ഞാനത് നടത്തി കൊടുത്തു. 1 മാസമായിട്ടുള്ളൊരു അപേക്ഷയായിരുന്നു. പുതുവത്സര സമ്മാനമായി അംഗനവാടിയിലേക്ക് കസേരകളും കളി ഉപകരണങ്ങളും നൽകി. തൃപ്രയാർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ 64ാം നമ്പർ അംഗനവാടിയിലേക്ക് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പുതുവത്സര സമ്മാനമായി കസേരകളും കുട്ടികൾക്ക് കളി ഉപകരണങ്ങളും നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. MA ആരിഫ്,
പത്മകോമളം ഏങ്ങൂർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. അംഗനവാടി ടീച്ചർ പി.കെ. ശശികല, ജയപ്രകാശ് വെള്ളാഞ്ചേരി, നൈസി നിധിൻ, ഖദീജ അബൂബക്കർ, സലീമ അസീസ്, സുസ്മിത ഗോപകുമാർ, ബീന, അഞ്ജിത അജീഷ്, വനിത പ്രകാശൻ, അഞ്ജലി അനീഷ് എന്നിവർ പങ്കെടുത്തു. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കുകയല്ലേ, അപ്പോൾ അന്ന് തന്നെ നമ്മുടെ മെമ്പർ നമ്മുടെ അംഗനവാടിയിലേക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും ടീച്ചർ നിർദ്ദേശിച്ചതനുസരിച്ച് കുറച്ച് ചെയർ കളിപ്പാട്ടങ്ങളൊക്കെ അത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി കൊടുക്കുകയാണ്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെയാണ് ആദ്യം മനസ്സിൽ കണ്ടത് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടാണ് മെമ്പർ ആദ്യമായിട്ട് മുതിർന്നത് തന്നെ. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഇനിയും നമ്മൾ തുടർന്നും മറ്റു പലരുടെ സഹായത്തോടു കൂടി നമ്മുടെ അംഗനവാടികളെ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുമെന്ന്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ന്യൂ ഇയർ ആഘോഷിച്ച വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി. വിനു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിനു വാർഡിലെ തൊഴിലുറപ്പ് സഹോദരിമാരോടൊപ്പം കേക്ക് മുറിച്ചുകൊണ്ടാണ് ന്യൂ ഇയർ ആഘോഷം നടത്തിയത്. മുതിർന്ന അംഗങ്ങളായ പാർവതി, ലീല എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. അംബിക, ജന്നത്ത്, വിലാസിനി, വിമല, ഗീത, രേണുക, സുനന്ദ എന്നിവർ നേതൃത്വം നൽകി. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷം ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോടൊപ്പമാണ് ആഘോഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലുള്ള ഇവരുടെ എല്ലാവരെയും സ്നേഹം കൊണ്ടാണ് കഴിഞ്ഞ 2-3 ടൈമായിട്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായതും അതുപോലെ തന്നെ ഇപ്പോൾ പ്രസിഡൻ്റായി ചാർജ് എടുക്കാൻ കഴിഞ്ഞതൊക്കെ ഇവരുടെ എല്ലാവരെയും സപ്പോർട്ടും സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ എന്തായാലും ഇവരോടൊപ്പം ആഘോഷിക്കാമെന്ന്. UDF തളിക്കുളം 11-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതുവത്സരാഘോഷവും നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഗഫൂർ തളിക്കുളം അധ്യക്ഷനായി. KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, മെമ്പർമാരായ PI ഷൗക്കത്ത് അലി, PS സുൽഫിക്ക, ബാബു വല്ലത്ത്, സഹീദ സിറാജ് എന്നിവർ പങ്കെടുത്തു. PM അബ്ദുൽ ജബ്ബാർ, PR രാമചന്ദ്രൻ, MS ജലീൽ, KS രാജൻ, VA ഷക്കീർ, ആരിഫ ഇക്ബാൽ, നിഷ ഇക്ബാൽ, സദാനന്ദൻ തോട്ടുങ്ങൽ, ഗഫൂർ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിട്ടുണ്ടാകും. എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒരുപക്ഷെ ദൈവം പൂർണ്ണമായും സബലീകൃതമാക്കി തന്നിട്ടുണ്ടാകാൻ ഇടയില്ല. എങ്കിലും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മളെല്ലാവരെയും ഈ രീതിയിൽ ഇപ്പോഴും ഭൗതികമായി ഇവിടെ ജീവിക്കാൻ നമുക്ക് എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ഒരുക്കി തരുന്നത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള നന്ദി 2025 പിരിഞ്ഞു പോകുമ്പോൾ ആദ്യം നമുക്ക് പ്രകടിപ്പിക്കാം. 2026 സന്തോഷമുള്ള ഒരു വർഷമാകട്ടെ എന്ന് പറയുമ്പോൾ തന്നെ സന്താപം വന്നാലും ആ സന്താപത്തിലും അതിനെ പൊരുത്തപ്പെട്ട് അതിനെ അതിജീവിച്ച് ദൈവം നമുക്ക് നിശ്ചയിച്ചതാണെന്ന് കരുതി അങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തി അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശിക്കുകയാണ്. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ അഭിഷേകം, 108 നാളികേരം കൊണ്ട് മഹാഗണപതി ഹവനം, നാഗപൂജ എന്നിവ നടത്തി. തുടർന്ന് കാഞ്ഞാണി സെന്ററിലെ ഗുരുദേവ മന്ദിര സന്നിധിയിൽ നിന്നും 3 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് തേര്, കാവടി, താലം, പഞ്ചവാദ്യം, നാദസ്വരം, ഉടുക്ക് മുതലായ വാദ്യഘോഷങ്ങളോട് കൂടിയ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്, സെക്രട്ടറി MT താജൻ, ട്രഷറർ TG രഞ്ജിത്ത്, പ്രോഗ്രാം കൺവീനർ സുനിൽ കൊച്ചത്ത്, വൈസ് പ്രസിഡന്റുമാരായ CS അജീഷ്, TM ബിജു, ഗംഗാ സുദർശ്, ജോയിന്റ് സെക്രട്ടറിമാരായ VA വൈശാഖ്, TC വിപിൻ, CH രാഹുൽ എന്നിവർ നേതൃത്വം നൽകി.
ഗ്രീൻ പാർക്ക് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ഗ്രീൻ പാർക്ക് രാജവീഥി ലിങ്ക് റോഡിൽ പുഞ്ചപ്പാടത്ത് ഹരിദാസിന്റെ വസതിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ 16 വാർഡ് മെമ്പർ ഷാനിബ നൌഷിൽ, 18 വാർഡ് മെമ്പർ ശ്രീകേഷ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് പേർക്ക് ഈ ഒരു കൂട്ടായ്മ താങ്ങും തണലുമാകട്ടെ. അതുപോലെ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളെ പല പല സ്കീമുകളുണ്ട്. നമ്മുടെ കുടുംബശ്രീ പദ്ധതികൾ കുറേ ഉണ്ട്. കുറേ ഫണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ലാപ്സായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആയിട്ട് തുടങ്ങുക, എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ. പണ്ട് നമ്മുടെ തപതേച്ചിക്ക് ഒരു മില്ലുണ്ടായിരുന്നു ഇവിടെ. അതുപോലെ നമുക്കൊരു നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്തിട്ട് നമ്മുടെ അടുത്ത ഓണത്തിന് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു സ്റ്റാളിൽ നമ്മുടെ ഗ്രീൻ പാർക്ക് അസോസിയേഷൻ്റെ അമ്മമാരൊരു സ്റ്റാൾ ഇടാൻ പറ്റണം. അതിന് ഒരു ഉറപ്പും കൂടി തരികയാണെങ്കിൽ നന്നായി. നമ്മുടെ അസോസിയേഷൻ ഒരു വലിയൊരു നമ്മുടെ പഞ്ചായത്തിലേക്ക് ഒരു മുതൽക്കൂട്ട് ആവുകയും ചെയ്യും. പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബെന്നി തട്ടിൽ, ട്രഷറർ വിജയകുമാർ, സെക്രട്ടറി അബ്ദുൾ സത്താർ, ജോയിന്റ് സെക്രട്ടറി ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്തനൃത്യങ്ങൾ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, കരോക്കെ ഗാനമേള, വിവിധ ഇനം ഗെയിമുകൾ എന്നിവ നടന്നു. ശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ തണൽ വയോജന ക്ലബിന് വിനോദ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പാന്തോട് റോസ് അംഗനവാടിയിൽ നടത്തിയ ചടങ്ങ് ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ. ഗ്രാമപണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് കൗൺസിലർ മാല രമണൻ ക്ലാസ് നയിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാവ്യ പ്രശോഭ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. കെ. ചന്ദ്രൻ, അംഗനവാടി അധ്യാപിക ജിനി ടീച്ചർ, പീതാംബരൻ രാരംഭത്ത്, വയോജന ക്ലബ് സെക്രട്ടറി ലളിത പള്ളിയിൽ എന്നിവർ സംസാരിച്ചു. പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്രാവശ്യം ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞാൻ ടോണിയുടെ അടുത്ത് പറഞ്ഞു, ടോണി വാർഡ് മെമ്പറിനായാൽ മതിയോ, കുറച്ചുകൂടി മുകളിലേക്ക് പോരണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ ഉത്തരം, അതായത് വാർഡ് മെമ്പർ എന്നുള്ള ആ സ്ഥാനത്തിരിക്കുമ്പോൾ കിട്ടുന്ന ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അത് വേറെ ഇനി മുകളിലേക്ക് പോയാൽ തീരെ കിട്ടില്ല. ഇത് ഏറ്റവും ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥാനമാണ്. അങ്ങനെ സ്വന്തം സ്ഥാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായവും അതിനനുസരിച്ചുള്ള പ്രകടനവും കാഴ്ചവെക്കുന്ന ടോണിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഇവിടെ ഒരു പകൽ വീട് എന്നൊരു കൺസെപ്റ്റ്, അതായത് എല്ലാവർക്കും ഒത്തുചേരാനുള്ളൊരു സന്ദർഭം. നമ്മളാരും പലപ്പോഴും നമുക്കറിയാം, കുടുംബത്തിലൊക്കെ പലരും എല്ലാവരും ജോലിക്ക് പോവുകയും കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇറവ് സെന്റ് തെരേസസ് കപ്പൽ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി 2, 3, 4, 5 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ റോസാപ്പൂ വിതരണം നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ദീപാലങ്കാരം, കൂടുതുറക്കൽ ശുശ്രൂഷ, പുഷ്പകുരിശ് എഴുന്നള്ളിപ്പ്, കൊച്ചുത്രേസ്യയ്ക്ക് കുഞ്ഞുടുപ്പ് സമർപ്പണവും ജന്മദിനാഘോഷവും, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പുകൾ, തിരുനാൾ പ്രദക്ഷിണം, സമാപന ആശീർവാദം, വർണ്ണമഴ, സൗഹൃദ ബാൻഡ് വാദ്യ മത്സരം എന്നിവയും ഉണ്ടാകും. ഭാരവാഹികളായ പോൾ കൊള്ളന്നൂർ, ഫ്രാൻസിസ് പാവർട്ടി, വിറ്റസ് വിൻസെന്റ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.
സൂപ്പർ ഡാൻസ് കളക്ഷൻ വാടാനപ്പള്ളി 1ാം വാർഷികാഘോഷം നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IK സുധീഷ്, വാർഡ് മെമ്പർ മുരളീധരൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈന മുഹമ്മദ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. സൂപ്പർ ഡാൻസ് കളക്ഷന്റെ സാരഥി ഉബൈദു, താലിയ ഉബൈദു എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. വന്നു തുടങ്ങി. അപ്പോൾ 1000-ൽ പരം വിദ്യാർത്ഥികൾക്കുള്ള ഗ്രൂപ്പ് ഡാൻസിന്റെ സെറ്റുകൾ നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ സിനിമാറ്റിക്കിന്റെ ഡ്രസ്സുകളും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കൂള് ടീച്ചർമാരായാലും പിള്ളേരായാലും വന്നങ്ങായിട്ട് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. വാണിജ്യം. രുചികളുടെ വൈവിധ്യവുമായി ട്രയാങ്കോ വഫൽസ് തൃപ്രയാറിൽ തുടക്കം കുറിച്ചു. തൃപ്രയാർ കൽപ്പക വീഡിങ്സിന്റെ തെക്കുഭാഗത്തായിട്ടാണ് ട്രയാങ്കോ വഫൽ എന്ന സ്ഥാപനം പുതുവത്സര ദിനത്തിൽ ആരംഭിച്ചത്. വിവിധതരം കേക്ക് ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീമുകൾ, ഡെസേർട്ട് എന്നിവയുടെ കലവറയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ₹49 മുതൽ വഫൽ ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. കൂടാതെ ബോൾ കേക്ക്, ഡെസേർട്ട് പ്ലാറ്റർ ഐറ്റംസ്, പാൻ കേക്ക് കൂടാതെ വിവിധതരം ഡ്രിങ്ക്സുകളായ ഹോട്ട് ചോക്ലേറ്റ്, കോൾഡ് കോഫി, ബോബോ ടീ, ബിസ്കഫ്, തിക് ഷേക്ക് എന്നിവയും ട്രയാങ്കോയുടെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ്. രാവിലെ 11 മുതൽ രാത്രി 11 വരെ ട്രയാങ്കോ സേവനം ലഭ്യമായിരിക്കും. രമി ഹരിചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രയാങ്കോ ഓണർ മിഥുൻ ഹരി, കൃഷ്ണേന്ദു ഹരി, ഗീത, രാധാകൃഷ്ണൻ, നിതുൻ, അശ്വതി എന്നിവർ സന്നിഹിതരായിരുന്നു. ട്രയാങ്കോ വഫൽ തൃപ്രയാർ. ഫോൺ 9544202611. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8 ദിവസം തീരത്തെ ആഹ്ലാദത്തിൽ ആറാടിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റ് സമാപിച്ചു. KSSPU മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മണലൂർ കാരമുക്ക് സബ് ട്രഷറിക്ക് മുൻപിൽ പുതുവർഷ ദിനത്തിൽ പ്രതിഷേധിച്ചു. മണലൂർ സ്റ്റീൽ പാലത്തിൽ വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.